ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ സദ്ഗുരു മഹാരാജ് കീ ജയ്. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുചരണാരവിന്ദാഭ്യാം നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാധീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. വാഗർത്ഥാവിവതം പ്രകൃതൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. സജ്ജനങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 41ാമത്തെ അഖില ഭാരത ഭാഗവത സത്രം ഇന്നത്തെ ദിവസം വിതുര മൈത്രേയ സംവാദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസം തൃതീയ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായം മുതൽ വിതുര മൈത്രേയ സംവാദത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിസർഗം എന്നുള്ള പുരാണ ലക്ഷണത്തെ അധികരിച്ചുകൊണ്ടുള്ള ചതുർത്ഥ സ്കന്ധം. ആ ചതുർത്ഥ സ്കന്ധത്തിൽ 4 പ്രകരണങ്ങളാണുള്ളത്. ഒന്ന് ആദ്യത്തെ ദക്ഷയാഗം, രണ്ടാമത്തത് ധ്രുവചരിതം, മൂന്നാമത്തത് പൃഥുചരിതം, നാലാമത്തത് പുരഞ്ജനോപാഖ്യാൻ. അതിൽ ആദ്യത്തെ പ്രകരണമായ ദക്ഷയാഗമാണ് എനിക്ക് ഇവിടെ പറയാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സ്വയംഭൂമനുവിൻ്റെ വംശം അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് വരികയാണ് തൃതീയ സ്കന്ധത്തിൽ തൊട്ട്. അങ്ങനെ വരുമ്പോൾ സ്വയംഭൂമനുവിൻ്റെ മധ്യമപുത്രിയായ ദേവഹൂതിയുടെ കഥ കപിലോപാഖ്യാനത്തിലൂടെ പറയപ്പെട്ടു. പിന്നീടുള്ള ആ സന്താന പരമ്പരയുടെ കഥകളൊക്കെ ചതുർത്ഥ സ്കന്ധത്തിലാണ് വരണം. ചതുർത്ഥ സ്കന്ധം ആരംഭിക്കുമ്പോൾ തന്നെ സ്വയംഭൂമനുവിൻ്റെ ജ്യേഷ്ഠപുത്രിയായ ആകൂതിയുടെ കഥ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു. കാരണം മറ്റു പുത്രിമാരുടെ 2 പുത്രിമാരുടെയും ജ്യേഷ്ഠപുത്രിയുടെയും കനിഷ്ഠപുത്രിയുടെയും കഥ പോലെ അത്ര ഒരു സംഭവബഹുലമൊന്നും ആയിരുന്നില്ല അവരുടെ കഥ, ജീവിതം. ആ ആകൂതിയെ രുചി എന്നുള്ള പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ ആ വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ യജ്ഞനാരായണൻ എന്നുള്ള പേരിലും ശ്രീ ഭഗവതി ദക്ഷിണാദേവി എന്നുള്ള പേരിലും അവതരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ ഇത് അവിടെ നിർത്തി. പിന്നീട് അവിടുത്തെ കർദമ പ്രജാപതിയുടെ പെൺകുട്ടികളുടെ കഥകളൊക്കെ അവിടെ അങ്ങനെ പറഞ്ഞു. ഓരോരുത്തർക്ക് വിവാഹം കഴിച്ചു കൊടുത്തായിരുന്നു നേരത്തെ പറഞ്ഞു. അതിലങ്ങനെ പറഞ്ഞു വന്നപ്പോൾ
അനസൂയ എന്നുള്ള കുട്ടിയെ അത്രി മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആ അത്രി മഹർഷിയെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ത്രിമൂർത്തികൾ 3 പേരും സന്താനങ്ങളായിട്ടുണ്ടായി. ബ്രഹ്മാവിൻ്റെ അംശമായിട്ട് ചന്ദ്രനും, വിഷ്ണുവിൻ്റെ അംശമായിട്ട് ദത്താത്രേയ മഹർഷിയും, ശങ്കരൻ്റെ അംശമായിട്ട് ദുർവാസാവ് മഹർഷി ഉണ്ടായി. പിന്നീട് വീണ്ടും ആ സ്വയംഭൂമൻ്റെ അടുത്ത വംശത്തിലേക്ക് കിടക്കുകയാണ് പ്രസൂതി. ഈ പ്രസൂതിയെ ദക്ഷപ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ദക്ഷപ്രജാപതിക്ക് ആ കുടുംബജീവിതത്തിൽ, പ്രസൂതിയെ വിവാഹം കഴിച്ച ആ കുടുംബജീവിതത്തിൽ 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. അതിൽ 13 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു മൊത്തക്കച്ചവടം. 13 പേരെ ഒന്നിച്ച്, ആദ്യത്തെ 13 പേരെ ഒന്നിച്ച് ധർമ്മദേവന് വിവാഹം. അടുത്ത ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരാണ് സ്വാഹ. ആ കുട്ടിയെ അഗ്നി ഭഗവാന് വിവാഹം കഴിച്ചു. അടുത്ത കുട്ടി സ്വധ. ആ സ്വധയെ പിതൃക്കളുടെ അധിപതിക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. ഒടുവിലത്തെ കുട്ടിയാണ് സതി. ആ സതിയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ ഭവസ്യ പത്നീതു സതി ഭവം ദേവമനുവ്രത ആത്മനസദൃശം പുത്രം ന ലേഭേ ഗുണശീലത അജഹാത് യോഗസംയുത. ആ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല. സതിയും മഹാദേവനുമായിട്ടുള്ള സതി അകാലത്തിൽ ദേഹത്തെ ഉപേക്ഷിക്കുകയുണ്ടായി എന്ന് ആ വംശം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്തി. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ മറ്റൊന്നും കൂടി പറഞ്ഞു. ആ 13 പെൺകുട്ടികളെ ധർമ്മദേവൻ വിവാഹം കഴിച്ചുള്ളൂ. ആ ധർമ്മദേവന് മൂർത്തി എന്നുള്ള പത്നിയിൽ ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ചു എന്നും കൂടി അവിടെ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിർത്തിയത്. സതിയും മഹാദേവനുമായിട്ടുള്ള വൈവാഹിക ജീവിതം അധികം കാലം നീണ്ടു നിന്നില്ല. സതി അകാലത്തിൽ ശരീരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിതുരരവിടെ ചോദിച്ചു, വിദ്വേഷമകരോത്കസ്മാ, എന്തേ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? അതെനിക്കൊന്ന് വിസ്തരിച്ച് കേൾക്കണമെന്ന്. നേരത്തെ തന്നെ ഈ ദക്ഷൻ എന്നുള്ള വാക്കിനർത്ഥം തന്നെ സമർത്ഥൻ എന്നാണ്. ആൾ സമർത്ഥനാണ്, എല്ലാവിധ ഗുണങ്ങളുമുണ്ട്. ഇവിടെ ദക്ഷനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഭഗവാൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ദക്ഷൻ സദസസ്പതിർദക്ഷോ ഭഗവാൻ. ഭഗവാൻ എന്ന് വെച്ചാൽ ആരാ? ഭഗങ്ങളുള്ള ആളാരോ അയാൾ ഭഗവാൻ. ഭഗങ്ങളെന്ന് വെച്ചാൽ ഒരു 6 ഗുണങ്ങൾ: ഐശ്വര്യം, വൈരാഗ്യം, യശസ്, അവബോധം, വീര്യം, ശ്രീ. ഈ 6 ഗുണങ്ങൾ ആരിൽ തികഞ്ഞിരിപ്പുണ്ടോ ആ വ്യക്തിയെ നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാനുള്ള അധികാരമുണ്ട്, വിളിക്കാം. ഇവിടെ ദക്ഷന് ഈ 6 ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ 6 ഗുണങ്ങളുണ്ടെങ്കിലും ഒരു ബോണസായിട്ട് ഒരു സാധനം കൂടി ഉണ്ട് കയ്യിൽ. ബോണസായിട്ട് ഇത്തിരി ഒന്ന് നെഞ്ച് നിവർത്തിയേ നടക്കുള്ളൂ. അഹങ്കാരം. വാസ്തവത്തിൽ ഒരു മനുഷ്യന് എന്തൊക്കെ മറ്റ് ഗുണങ്ങളുണ്ടെങ്കിലും ആ ഗുണങ്ങൾക്ക് ഏറി വരുന്തോറും സ്വയം ഏറി വരേണ്ട മറ്റൊരു ഗുണമാണ് വിനയം. വിനയമാണ് ഏറി വരേണ്ടത്. പക്ഷെ അതിന് പകരം ആ ഞാൻ എന്നുള്ള ഭാവം. അങ്ങനെയുള്ള ഈ ദക്ഷന് നേരത്തെ തന്നെ മഹാദേവനോട് ഒരു വെറുപ്പ്, അത് നേരത്തെ ഉണ്ട്. മഹാദേവനോട് ഒരു വെറുപ്പുണ്ട്. എന്താന്ന് ചോദിച്ചാൽ തമ്മിലങ്ങനെ പ്രശ്നമൊന്നും അന്നുണ്ടായിട്ടില്ല. അന്ന് ഈ വെറുപ്പ് വരണ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ മഹാദേവൻ്റെ എളിമയായിട്ടുള്ള ഒരു ജീവിതം,
അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മളങ്ങനെയാണല്ലോ, കാര്യമായിട്ട് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞു പോകുമ്പോൾ ഒന്നുമില്ലാത്ത ഓളത്തൊരു തോർത്തിട്ട് പോകണം, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമുക്കുള്ളൂ. അതുപോലെ ഭഗവാൻ എന്താ മുടി ജട പിടിപ്പിച്ചിരിക്കുന്നു, അരയിൽ മരവുരി, അല്ലെങ്കിൽ പുലിത്തോല, ആനത്തോല, ശ്മശാന ഭസ്മം. വലിയ കാര്യമാക്കിയില്ല, ഒരു വെറുപ്പ്. മഹാദേവൻ്റെ ഈ സിംപ്ലിസിറ്റി, എളിമയായ ജീവിതത്തിൽ ദക്ഷന് ഒരു വെറുപ്പ്. ആ മഹാദേവൻ അങ്ങനെ നടക്കാൻ എന്താ കാരണം? അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുക ഒരു കാര്യം. ഇവിടെ തൃതീയ സ്കന്ധത്തിൽ ഒരു ശ്ലോകത്തിൽ പറയണ്ടേ, യൈർവസ്ത്രമാല്യാഭരണാനുലേപനൈ സ്വഭോജനം സ്വാത്മതയോപലാളിതം. തൃതീയ സ്കന്ധത്തിൽ അവിടെ ഒരു അധ്യായത്തിൽ പറയണ്ടേ, ഭഗവാൻ എന്തിനാ ഈ എളിമയായ ഒരു വസ്ത്രധാരണവും ഈ എളിമയായ ജീവിതവും? മലമുകളിൽ ചെന്ന് താമസിക്കുന്നു, എന്തിനത്? നമ്മളെ പഠിപ്പിക്കുക, കൂട്ടരെ, നിങ്ങളെ ഈ ശരീരമാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ ലാളിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ. അതൊന്നുമല്ല യഥാർത്ഥ സ്വരൂപം. ആ ശരീരത്തിനകത്തിരിക്കുന്ന ഒരു പരമസത്യം ഉണ്ട്, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. ഒരു നിത്യശുദ്ധ മുക്തമായ പരമസത്യം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്, അതാണ് നിങ്ങളുടെ സ്വരൂപം. അല്ലാതെ ഈ ശരീരം അതാണ് സ്വാത്മതയാ ഉപലാളിതം, അതാണ് തൻ്റെ സ്വരൂപം എന്ന് വെച്ചാൽ അതിനെ ലാളിച്ചുകൊണ്ട് എങ്ങനെ? ഏർ വസ്ത്ര മാല്യ ആഭരണ അനുലേപനൈ. വസ്ത്രങ്ങളെ കൊണ്ടും മാലകളെ കൊണ്ടും ഒക്കെ അനുലേപനങ്ങൾ. എന്താ ഈ അനുലേപനം? നമ്മളൊക്കെ ഉപയോഗിക്കണമെന്ന് എന്നും പറഞ്ഞ് അടിക്കണല്ലേ, അത് തന്നെ അനുലേപനം. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ ലാളിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? അത് എന്തിനു കൊള്ളാം? ആ ഉള്ളിലുള്ള പരമസത്യം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വഭോജനം, നായ്ക്ക് ഭക്ഷിക്കാവുന്നൊരു സാധനം ഈ ശരീരം. അതിനെയല്ലേ കൂട്ടരെ നിങ്ങൾ സ്വാത്മതയാ ഉപലാളിതം, അതാണ് നിങ്ങളുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിനെ ലാളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ദക്ഷനില്ല. അങ്ങനെ മഹാദേവനോടൊരു വെറുപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു ഈ ദക്ഷന് ഇങ്ങനെ മഹാദേവനോടൊരു വെറുപ്പുണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്കണം. അതിനെന്താ വഴി ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഈ ഒടുവിലത്തെ കുട്ടിയായ സതിയുടെ വിവാഹം കഴിഞ്ഞില്ല. അപ്പോൾ ബ്രഹ്മാവിനൊരു ബുദ്ധി തോന്നി, ഈ കുട്ടിയെ മഹാദേവന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധുത്വം വരുമല്ലോ, ആ ബന്ധുത്വം വരുമ്പോഴെങ്കിലും ഈ വെറുപ്പ് മാറുമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ദക്ഷനെ വിളിച്ചു. ബ്രഹ്മപുത്രനാണ് ദക്ഷനെ വിളിച്ചു. ദക്ഷ, നമ്മുടെ സതിക്കുഞ്ഞിൻ്റെ വിവാഹം ഒന്ന് ആലോചിക്കണില്ലേ? ആലോചിക്കേണ്ട, നല്ല ഒരു ജാതകമൊന്നും കിട്ടില്ല. എന്നാൽ ഞാൻ ഒരാളെ നിർദ്ദേശിക്കാം. ആര്? ബ്രഹ്മാവ് പറഞ്ഞു. അച്ഛൻ ആരെയാ ഉദ്ദേശിക്കുക? അല്ല, ആ കൈലാസാധിപതിയായ മഹാദേവന്. എന്താ മഹാദേവന് എൻ്റെ മകളെ സുന്ദരി കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുക? പക്ഷെ തിരിച്ചൊന്നും പറഞ്ഞില്ല, കാരണം പിതൃവാക്യ പരിപാലനം. അച്ഛൻ പറഞ്ഞതിനെ എങ്ങനെയാണ് തട്ടുക? മനസ്സോടെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവന്മാരുടെ വിഭാഗങ്ങൾ പലതുണ്ട്. 33 കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ വിഭാഗമല്ല, പല സെക്ഷൻസാണത്. അതിലൊരു വിഭാഗമാണ് വിശ്വസൃഷ്ടുക്കൾ. ആ വിശ്വസൃഷ്ടുക്കൾ ഒരു സത്രം നടത്തി. ആ സത്രത്തിലേക്ക് രാജർഷികൾ, ബ്രഹ്മർഷികൾ, ദേവർഷികൾ, ദേവന്മാരെല്ലാവരും വന്ന് ചേർന്നുണ്ട്. എല്ലാവരും വന്ന് ചേർന്നുണ്ട്. അതിൽ ത്രിമൂർത്തികളും വന്ന് ചേർന്നുണ്ട്. ആ സദസ്സിലേക്കാണ് സകല പ്രൗഢിയോടും കൂടി ദക്ഷപ്രജാപതി കയറി വരുന്നത്. ദക്ഷപ്രജാപതിയുടെ ആ തേജസ്സും ആ പ്രൗഢിയും ആ വേഷഭൂഷാദികളും എല്ലാം കൂടി അങ്ങോട്ട് കണ്ടപ്പോൾ സദസ്സിലുണ്ടായിരുന്നവരെല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് വന്ദിച്ചു. പക്ഷേ ഈ ദക്ഷൻ്റെ ഉള്ളിൽ
വിനാശകാലേ വിപരീത ബുദ്ധി. ആരൊക്കെ എണീറ്റു എന്നല്ല നോക്കിയത്, ആരൊക്കെ എണീറ്റില്ല എന്നുള്ളത് നോക്കാൻ തോന്നി. നോക്കിയപ്പോൾ ബ്രഹ്മാവ് എണീറ്റില്ല. സാരമില്ല, തൻ്റെ പിതാവാണ്. പുത്രനെ കണ്ട പിതാവ് എണീക്കണം എന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരാളുണ്ട്, ഒരു കള്ളമായാവി, കുറച്ചപ്പുറത്തിരിപ്പില്ലേ, അദ്ദേഹം എണീറ്റോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കാനും പോയില്ല. പിന്നെയുള്ളത് മഹാദേവൻ. മഹാദേവൻ എണീറ്റ് വന്നിച്ചില്ല. ഇദ്ദേഹം വന്ന് തൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. ആ ഇരിപ്പിടത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നേരെ മൈക്ക് കയ്യിലേക്കെടുത്തു. മൈക്ക് കയ്യിലേക്കെടുത്ത് അതിലൂടെ ഒരു പ്രസംഗം. ആര്? ദക്ഷൻ. ശ്രൂയതാം ബ്രഹ്മർഷയോ മേ സഹദേവാ സഹാഗ്നയ സാധൂനാം ബ്രുവതോ വൃത്തം ന അജ്ഞാനാത് ന ച മത്സരാത്. ഋഷിമാരെ, സദസ്യരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ? എൻ്റെ അജ്ഞാനം കൊണ്ടോ എനിക്ക് ആരോടുമുള്ള മത്സരം കൊണ്ടോ ഞാൻ പറയുന്നതല്ല. ചില കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കണം. അതിനു വേണ്ടി ഈ ഇരിക്കണ വ്യക്തിയെ കണ്ടില്ല. അയം തു ലോകപാലാന യശോഗ്നോ നിരപത്രം. ഇയാൾ ലോകപാലന്മാരിൽ ഒരാളെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മറ്റു ലോകപാലന്മാരുടെയും പേരില്ലാതാക്കാൻ വേണ്ടി വന്നിരിക്കുക. നിരപത്ര, ലജ്ജയില്ലാത്തവൻ, നാണം കെട്ടവൻ. വേണ്ട, ഇനി ഞാൻ എൻ്റെ വായ കൊണ്ട് ശിവനിന്ദ വേണ്ട. ഇനി അവിടെ നിന്ന് ദക്ഷൻ മഹാദേവനെ പറയാൻ ഇനി ഒന്നുമില്ല. ഇനി അതൊന്നും ഞാൻ വിസ്തരിക്കില്ല. എൻ്റെ വായ കൊണ്ട് ശിവനിന്ദ വേണ്ട. എൻ്റെ സുന്ദരിയായ മകളെ, മൃഗശാവാക്ഷി, മാൻകണ്ണിയായിരിക്കുന്ന എൻ്റെ മകളെ, മാൻ്റെ നേത്രങ്ങൾ പോലെ മനോഹരമായ നേത്രങ്ങളോടുകൂടി എൻ്റെ മകളെ ഈ മർക്കടലോചന് വിവാഹം ഞാൻ കഴിച്ചു കൊടുത്തു. ആര്? പരമേശ്വരനെയാണ് പറയണത് മർക്കടലോചനെന്ന്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തതല്ല, എൻ്റെ അച്ഛൻ നിർദ്ദേശിച്ചു. അച്ഛൻ്റെ വാക്ക് തട്ടണ്ടെന്ന്. പക്ഷേ ഈ സജ്ജനങ്ങളുടെ സ്വഭാവത്തിനെ പറ്റി നേരത്തെ കാപിലത്തിലൊരു പ്രയോഗം ഉണ്ടായി. കപിലോപാഖ്യാന സജ്ജനങ്ങളുടെ ലക്ഷണം പറയുമ്പോൾ അവരുടെ ആദ്യത്തെ ലക്ഷണമായിട്ട് പറഞ്ഞ തിതിക്ഷവ. തനിക്ക് നേരെ എന്തൊക്കെ പെരുമാറ്റങ്ങൾ, ആരൊക്കെ ഏതൊക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിലോ എന്തൊക്കെ രീതിയിലോ ഏതൊക്കെ രീതിയിലോ ഒക്കെ പെരുമാറിയാലും സജ്ജനങ്ങളുടെ സ്വഭാവം എന്താ? തിതിക്ഷവ. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കും. മഹാദേവനും അതുപോലെ ഇരുന്നു. കുട്ടികൾ വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പുറപ്പെട്ടാലോ? നമ്മളല്ലേ വിഡ്ഢികൾ? ആരെങ്കിലും നമ്മളോട് വല്ലതും പറഞ്ഞു, നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിന് നമ്മളോട് ആരെങ്കിലും ആക്രോശിച്ചു, നിന്ദിച്ചു, അപചാരമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനോട് തിരിച്ചങ്ങോട്ട് പറയാൻ പുറപ്പെടാൻ ആരാ വിഡ്ഢി, ആരാ ബുദ്ധിയില്ലാത്ത? നമ്മൾ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടാതെ. പക്ഷേ ഭഗവാന്റെ കൂടെ വന്നിരിക്കുന്നവരുണ്ട്. ആര്? ഭൂതഗണങ്ങൾ. അതിൽ നന്ദീശ്വരൻ പ്രധാനിയാണ്. അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ പിന്നെ ദക്ഷൻ്റെ ആൾക്കാരും വിട്ടുകൊടുക്കാൻ പറ്റും. അവരിങ്ങോട്ടും പറയാൻ തുടങ്ങി. അത് വാക്കുകൾ മൂത്ത് ശാപപ്രയോഗത്തിലായി. രണ്ടുപേരും അങ്ങോട്ട് ശപിച്ചു. ഈശ്വരൻ ശപിച്ചു, നിനക്ക് ആടിൻ്റെ തലവെച്ച് നടക്കാൻ ഇടവരട്ടെ എന്ന് വരെ ശപിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും അവിടെ നിന്ന് പോയി. അതിനിടെ ആ സത്രം എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ തീർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മാവ് ഈ ദക്ഷന് ഒരു സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. പ്രജാപതീനാം സർവേഷാം ആധിപത്യേ. ഇതേവരെ പ്രജാപതിയായിരുന്നു.
ഇപ്പം പ്രജാപതിമാരുടെയും പതിയായിട്ട് ഒരു ആധിപത്യം അങ്ങോട്ട് കൊടുത്തു. ആ ആധിപത്യം കിട്ടിയോടുകൂടി ഒന്നുകൂടി സ്ഥാനക്കയറ്റമല്ലേ കിട്ടിയിട്ട്. സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യുക? നമുക്കൊരു ഓഫീസിൽ ഒരു പ്രൊമോഷൻ കിട്ടി, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് ഒരു പാർട്ടിയൊക്കെ കൊടുക്കും. ദക്ഷിണ തന്നെ പുറപ്പെട്ടു. പക്ഷെ അന്നത്തെ രീതി എന്തായെന്ന് വെച്ചാൽ ഒരു യാഗത്തിന് പുറപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ശ്രീ പരമേശ്വരനെ അപമാനിക്കണം ഒന്നുകൂടി. അങ്ങനെ ഒരു യാഗം, ആദ്യം ഒരു വാജപേയ യാഗം കഴിച്ചു. അത് കഴിഞ്ഞ് ഇഷ്ട്വാസ വാജപേയേന, അത് കഴിഞ്ഞ് ബൃഹസ്പതി സഭം എന്നുള്ള ഒരു യാഗത്തിനും കൂടി ദീക്ഷ വരിച്ചു. ആ ബൃഹസ്പതി സഭം എന്നുള്ള യാഗത്തിനുള്ള തീയതി നിശ്ചയിച്ചു. പക്ഷേ കൈലാസത്തിൽ സതിക്കോ സതിയുടെ ഭർത്താവായ പരമേശ്വരനോ യാതൊരു ഇൻഫർമേഷനും കൊടുത്തില്ല. അവരെ അറിയിച്ചില്ല ഇങ്ങനെ ഒരു യാഗം നടന്നത്. കാരണം ശിവനെ ആരാധിക്കാതെ ഇവിടെ ഒരു യാഗം നടത്തണം, ശിവനെ അങ്ങനെ അപമാനിക്കണം, അതാണ് ഉദ്ദേശം. അങ്ങനെ വാസ്തവത്തിൽ സതിയും ശ്രീ പരമേശ്വരനും ഇത് അറിഞ്ഞിട്ടില്ല. യാഗം തുടങ്ങാൻ 2-3 ദിവസം 3-4 ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം സതി കൈലാസത്തിൻ്റെ പ്രാന്തപ്രദേശത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ കാണാം വിമാനയാനാസപ്രേഷ്ഠ നിഷ്കണ്ഠീ സുവാസസാം. ആകാശമാർഗത്തിലൂടെ ഒരു വിമാനം കടന്നു വരുന്നു. ആരാ ഇപ്പം വിമാനത്തിൽ എന്ന് വിചാരിച്ച് വിമാനം എടുത്ത് നോക്കി, അല്ല, നമ്മുടെ വല്യേച്ചിയല്ലേ പോണത്. ആര് 13, 2, 15 സഹോദരിമാരുണ്ടല്ലോ, അതിൽ മൂത്ത ചേച്ചിയാണ് പോണത് ഭർത്താവിനോടൊപ്പം. ചോദിച്ചു, നിങ്ങളെങ്ങടാ? അല്ല, സതി അറിഞ്ഞില്ലേ നമ്മുടെ അച്ഛൻ യാഗം കഴിക്കാൻ പോകുന്നുണ്ട്, നീ വരുന്നില്ലേ? ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവുക. വിട്ടുകൊടുത്തില്ല. പറഞ്ഞു, അറിയാം, നീ ഉണ്ടല്ലോ ഒരാഴ്ച, ഇപ്പോഴേക്ക് എത്തിയാൽ മതിയല്ലോ. ആയിക്കോട്ടെ. ഇങ്ങനെ ഓരോരുത്തർ സഹോദരിമാർ, മറ്റ് ദേവസ്ത്രീകളെ, ഇവരൊക്കെ ഭർത്താക്കന്മാരോടുകൂടി തൻ്റെ അച്ഛൻ കഴിക്കുന്ന യാഗത്തിലേക്ക് പോകുന്നത് കണ്ടു. വിമാനയാന സപ്രേഷ്ഠ നിഷ്കണ്ഠീ സുവാസസാം. ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ സതിക്കും ഒരാഗ്രഹം ഉണ്ടായി, തനിക്കും തൻ്റെ ഭർത്താവോടുകൂടി തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണത്. ഏതായാലും അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ഒരു പേരുണ്ട് സംസ്കൃതത്തിൽ, സ്ഥാണു എന്ന്. സ്ഥാണു എന്ന് വെച്ചാൽ തൂണ് എന്നർത്ഥം. തൂണ് പോലെ അനങ്ങാതെ ഇരിക്കും. അവിടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കണ്ണുടച്ചങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. അപ്പോൾ പഴയ കാലത്തൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരെ എങ്ങനെയാണ് വിളിക്കുക? എന്ത് പറഞ്ഞാൽ വിളിക്കുക? ഇന്നിപ്പോൾ എടാ പോടാ വിളിക്കണ കാലമാണ്. പണ്ടങ്ങനെയല്ല. എന്താ വിളിക്കുക? അതേ. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? അതേ എന്നാണോ? അതേ. അതുമാതിരി ഭർത്താവിൻ്റെ പേര് പറയില്ല, കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്നത്, കുട്ടികളുടെ അച്ഛൻ. അപ്പോൾ ഇവിടെ അതേമാതിരി പറഞ്ഞു, പ്രജാപതേസ്തേ ശ്വശുരസ്യതാമൃതം. അതേ, അങ്ങയുടെ ഭാര്യാപിതാവ്, എൻ്റെ അച്ഛൻ യാഗം കഴിക്കുന്നു എന്നല്ല പറഞ്ഞത്. തേ ശ്വശുരസ്യ, ശ്വശുരൻ എന്ന് വെച്ചാൽ ഭാര്യയുടെ പിതാവ്. അങ്ങയുടെ ഭാര്യാപിതാവ് ഒരു യാഗം കഴിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാണ് യാഗം. അവിടെ വലിയ യജ്ഞമഹോത്സവമാണെന്ന് പറയും. യജ്ഞമഹോത്സവക്കിലാം. എൻ്റെ സഹോദരിമാരൊക്കെ ഭർത്താക്കന്മാരോടുകൂടി വിമാനത്തിൽ കയറി പോകുന്നുണ്ട്. നമുക്കും പോണ്ടേ? സ്വാഭാവികമായിട്ടും
സതിക്കൊരാഗ്രഹം വന്നു, തൻ്റെ ഭർത്താവ്, എല്ലാ സഹോദരിമാരും ഭർത്താക്കന്മാരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ തനിക്കും തൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി, സ്വാഭാവികം. അപ്പോഴും ഭഗവാൻ ഒന്നും ഉരിയാടുന്നില്ല, മൗനിയായിട്ട് അങ്ങനെ ഇരിക്കും. പറഞ്ഞു, എൻ്റെ സഹോദരിമാർ പോകുന്ന പോലെ എനിക്ക് അങ്ങേ കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എത്ര കാലമായി വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് പോയിട്ടില്ല. എനിക്കെൻ്റെ സഹോദരിമാരെയൊക്കെ ഒന്ന് കാണാമല്ലോ, അമ്മയൊന്ന് കാണാമല്ലോ. അമ്മ ഇതുവരെയും കണ്ടിട്ടില്ല വിവാഹം കഴിഞ്ഞ് പോകുന്ന പിന്നെ. അപ്പോഴും അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ പറഞ്ഞു, ഓ, നമ്മളെ ആരും യാഗത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങൊന്നും സംസാരിക്കാതിരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കാനില്ലെന്നേ. അനാഹുതാപ്യഭ്യന്തി സൗഹൃദം ഭർത്തൃഗുരോർ ദേഹകൃതശ്ചേതനം. ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്കും ഈ ദേഹം തന്ന പിതാവിൻ്റെ ഗൃഹത്തിലേക്കും ഗുരുനാഥൻ്റെ ഗൃഹത്തിലേക്കും അനാഹുത അപ്യഭിയന്തി. ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോകുന്നതിലൊന്നും ഒരു തെറ്റില്ല. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഗൃഹമല്ലേ, അതിൽ പോകുന്നതിലൊന്നും തെറ്റില്ല. അതുകൊണ്ട് നമുക്ക് പുറപ്പെടുകയല്ലേ വേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സതിക്ക് പോകണം എന്നുള്ള മനസ്സ്, തീവ്രമായിട്ട് ആഗ്രഹിക്കേണ്ട ആ മനസ്സ് എന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാൻ സർവജ്ഞനാണ്. ദക്ഷൻ യാഗം കഴിക്കാൻ തീരുമാനിച്ചതൊക്കെ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ അറിഞ്ഞ ഭാവം അദ്ദേഹം വെച്ചില്ല. കാരണം തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാഗം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. എന്തെങ്കിലും അവർ ചെയ്തോട്ടെ, വിവരമില്ലാത്തവരെന്തെങ്കിലും, നമ്മളെന്തിനാണ് അതിലേക്ക് തലയിടണത് എന്ന് വിചാരിച്ച അദ്ദേഹം പിന്നെ അപ്പോഴാണ് സതി എഴുന്നള്ളിക്കണത് പോണം. ഇവിടെ നോക്കൂ, സതി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സ് തന്നെയാണ്. മനസ്സ് ഓരോ ആഗ്രഹങ്ങളും കൊണ്ടുവരും. ആ മനസ്സിന് പതിയായിട്ടുള്ള ബുദ്ധി പറയും, വേണ്ട ഔട്ടാ, ഈ വേണ്ടാത്തനൊന്നും പുറപ്പെടണ്ട. ഇവിടെ ബുദ്ധിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഭഗവാൻ പറയാൻ, ത്വയോതിതം ശോഭനമേവ ശോഭനേ അനാഹുത അപ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുത്പാദിത ദോഷദൃഷ്ടയോ ബലീയസാനാത്മ്യമതേന മന്യുന. സതീദേവി ഇങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ മഹാദേവന് പണ്ടത്തെ ആ കാര്യമൊക്കെ ഒന്ന് ഓർമ്മ വന്നു. ആ ദക്ഷൻ തന്നെ അപമാനിച്ചതും തനിക്ക് നേരെ ആ ക്രൂരവാക്കുകൾ പ്രയോഗിച്ചതൊക്കെ ഓർമ്മ വന്നു. അത് ഓർമ്മ വന്നതോടുകൂടി മഹാദേവൻ ഇവിടെ ഒന്ന് ചിരിച്ചുകൊണ്ട് സതിയോട് പറഞ്ഞു, ശോഭനമേവ ശോഭനേ. ശോഭനേ എന്നാണ് വിളിക്കണത്. അങ്ങനെ വേണം പത്നിമാരെ വിളിക്കാൻ. എടി പോടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് പോടി, ഇതൊന്നുമല്ല പറയുന്നത്. ശോഭനേ, മംഗളസ്വരൂപിണി എന്ന് വിളിക്കാൻ. മംഗളസ്വരൂപിണിയായ സതി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അനാഹുതാപ്യഭ്യന്തി ബന്ധുഷു. ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോവാം. ബന്ധുക്കൾ, അതുപോലെ തന്നെ ഗുരുനാഥൻ്റെ അവിടെ, പിതാവിൻ്റെ അവിടെയൊക്കെ പോവാം. പക്ഷേ അവർ ശരീരാഭിമാനം കൊണ്ടോ അവരവരുടെ അഹങ്കാരം കൊണ്ടോ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ നമ്മളൊരു കുറ്റങ്ങൾ ആരോപിക്കാത്തവരായിരിക്കണം. അവർ ഏതെങ്കിലും നമ്മളോട് വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ശരീരാഭിമാനം. ഇവ ദക്ഷനെ സംബന്ധിച്ച് ശരീരാഭിമാനമാണ്, പിന്നെ അഹങ്കാരം. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ അപമാനിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ, നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ളവ ഗൃഹത്തിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ ഗൃഹത്തിലേക്ക്, നമ്മളെ അപമാനിക്കുന്നവരുടെ ഗൃഹത്തിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. എല്ലാവിധത്തിലുള്ള ഗുണങ്ങളുണ്ടെങ്കിലും
സജ്ജനങ്ങൾക്കാണ് ആ ഗുണങ്ങൾ ഉണ്ടെങ്കിലെങ്കിൽ അത് അവർക്ക് ശ്രേയസ്സായിട്ട് തീരും. മറിച്ച് അഹങ്കാരികൾക്കാണ് ഈ ഗുണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അത് വീണ്ടും അവരുടെ അഹങ്കാരത്തെ കൂട്ടുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു, എല്ലാ ശ്ലോകങ്ങളും എടുക്കുന്നില്ല. അതുകൊണ്ട് സതി, ഈ അച്ഛനിപ്പോൾ യാഗം നടത്തിയിരിക്കുന്ന അച്ഛൻ്റെ പരാതി എന്താ? നിൻ്റെ അച്ഛൻ വന്നപ്പോൾ ഞാൻ എണീറ്റില്ല എന്നുള്ളതാണ് പരാതി. അങ്ങോട്ട് വന്ദിക്കുക എന്ന് പറയുന്നത് ആരെയാണ് വന്ദിക്കുന്നത്? ഞാനിപ്പോൾ അമ്മയെ നോക്കി നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിനെ അല്ല ഞാൻ നമസ്കരിക്കണത്, മറിച്ച് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നിത്യശുദ്ധമുക്തമായിട്ടുള്ള ആ ഒരു പരമസത്യം അതെല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ നമസ്കാരം എന്ന് രണ്ട് കയ്യും കൂപ്പി ഇങ്ങനെ പറയുമ്പോൾ ആ ശരീരത്തിനെ അല്ല നമസ്കരിക്കുന്നത്. ശരീരം പാഞ്ചഭൗതികം, ശരീരം നാശമുള്ളത്. ശരീരം ഉണ്ടാവുന്നു, വളരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, ക്ഷയിക്കാൻ തുടങ്ങുന്നു, ഇല്ലാതാവും. ഇല്ലാതാവുന്ന ഒരു വസ്തുവിനെ വന്ദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നുള്ളതിന് വേണ്ടേ? അഹമേവാസമേവാഗ്രേ ചതുശ്ലോകിയിൽ പറഞ്ഞില്ലേ? ആ എന്നുള്ള ഒരു വസ്തു കാലത്തിനോ ദേശത്തിനോ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ കഴിയാ കാലദേശാവധിഭ്യാന്ന് ഭട്ടരി പറഞ്ഞ പോലെ ആ വസ്തുവിനെയാണ് നമ്മൾ വന്ദിക്കുന്നത്. അത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വന്ദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ശരീരാഭിമാനം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മളും അതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ നാല് പേര് കാണാൻ നിൽക്കണം, നമ്മൾ ആദരിക്കണം, പിടിക്കണം, നമ്മളോട് എന്തെങ്കിലുമൊക്കെ ബഹുമാനിച്ച് പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതൊന്നുമല്ല. അപ്പോൾ ഇവിടെ മഹാദേവൻ പറഞ്ഞു, അതുകൊണ്ട് സതി പോണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇനിയിപ്പോൾ സതി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കിനെ അതിക്രമിച്ചുകൊണ്ട് യതി വ്രജിഷ്യസ്യ അതിഹായ മദ്വച, എൻ്റെ വാക്കിനെ മറികടന്നുകൊണ്ട് സതി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഭദ്രം ഭവത്യാന തതോ ഭവിഷ്യതി, ഭവതിക്ക് മംഗളം ഉണ്ടായി എന്ന് വരില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അപമാനം ആയിരിക്കും ലഭിക്കുന്നത്. ആ അപമാനം സഹിക്കവയ്യാതെ സംഭാവിതസ്യ സ്വജനാത് പരാഭവോ യഥാസ സദ്യോ മരണായ കൽപ്പതേ, അവിടെ അപമാനം സഹിക്കവയ്യാതെ ചിലപ്പോൾ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അതായത് അത് മരണത്തിൽ ചെന്ന് കലാശിച്ചു എന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഏതാവതുക്വാ വിരരാമശങ്കര, ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാദേവൻ വിരമിച്ചു. എന്തുകൊണ്ട് വിരമിച്ചു? പിന്നെ ഒന്നും ഉരിയാടിയില്ല, ഒരക്ഷരം. അതിനൊരു കാര്യം പറയുന്നുണ്ട്. പത്നി അംഗനാശം ശുഭയത്ര ചിന്തയൻ, രണ്ട് തരത്തിലും തനിക്ക് പത്നിയെ നഷ്ടപ്പെടാനുള്ള സമയമായി എന്നുള്ളത് മഹാദേവൻ തീരുമാനിച്ചു. എന്താ ഈ രണ്ട് വിധത്തിലും പത്നിയെ നഷ്ടപ്പെടാൻ? യാഗത്തിന് പൊയ്ക്കോളൂ എന്ന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അപമാനം സഹിക്കവയ്യാതെ ശരീരം ഉപേക്ഷ. എന്നാൽ പോണ്ട എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയാലോ, അച്ഛൻ നടത്തണ യാഗം, അച്ഛൻ്റെ യാഗം, അച്ഛൻ്റെ യാഗം എന്ന് പറഞ്ഞ് ഇവിടെ ആദി പിടിച്ച് ഇവിടെ വെച്ചാവും. അതുകൊണ്ട് പത്നി അംഗനാശം ഹുഭയത്ര ചിന്തയൻ വിരരാമശങ്കര, ശങ്കരൻ വിരമിച്ചു. മൗനം സമ്മതഭൂഷണം എന്നാണ് പറയും അല്ലേ, സമ്മതലക്ഷണം. മറുപടി ഒന്നും പറയാതിരുന്നാൽ അത് സമ്മതമായിട്ടില്ല കണക്കാക്കുക. സതി അത് തന്നെ വിചാരിച്ചു. ഇനി അടുത്ത ശ്ലോകത്താണ് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു വടംവലി എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെയാണ് അത് അനുഭവപ്പെടുക. എന്താ അത്? മൗനം സമ്മത ലക്ഷണമായി. എന്നാൽ പോകാൻ തന്നെ പുറപ്പെട്ടു സതി.
സതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഓരോന്ന് ആഗ്രഹങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭഗവാന്റെ സ്ഥാനത്തിരിക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധി പറയാതൊന്നും വേണ്ട, വേണ്ടാത്ത എടാകൂടത്തിലൊന്നും ചെന്ന് വേണ്ടാതിരിക്കൂ. കുറേ നേരം ഇങ്ങനെ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു വടംവലി ഇങ്ങനെ നടക്കും. ഏതാവതോക്വാ വിരരാമശങ്കര. പിന്നെ ബുദ്ധിയൊന്നും പറയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, വരണം എടുത്ത് വെച്ചാൽ അനുഭവിക്കട്ടെ എന്ന്. ഇവിടെ അതുപോലെ അവിടുന്ന് സതി പെട്ടിയും പ്രമാണമൊക്കെ എടുത്തു പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഇല്ല. ആര്? അദ്ദേഹം അകത്തേക്കൊന്ന് നോക്കിയപ്പോൾ സ്ഥാണു ആ ഇരിപ്പിരിക്കുക അനങ്ങാതെ. അപ്പോൾ തോന്നി അദ്ദേഹം ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ പോണേ. അകത്തേക്കൊന്നു നിഷ്ക്രാമതി നിർവിശതി ദ്വിദാസസ എന്നവിടെ കൊടുത്ത് ഞാൻ കുറച്ച് നേരം ഇതുണ്ടായി. പുറത്തേക്ക് ഇറങ്ങി ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ഇല്ല. അതിൻ്റെ ഇപ്പം എങ്ങനെയാണ് പോണത്? തിരിച്ചകത്തേക്ക് വരും. അകത്തേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്നാൽ അച്ഛൻ്റെ യാത്രയിലേക്ക് പോവല്ലേ, വീണ്ടും പെട്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങും. വീണ്ടും അകത്തേക്ക് നിഷ്ക്രാമതി നിർവിശതി ദ്വിദാസസ. രണ്ട് ഭാവത്തിലായി തീർന്നു. അവസാനം മനസ്സ് തന്നെ ജയിച്ചു. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും നന്ദികേശ്വരൻ വാഹനമായിട്ട് അവിടെ എത്തി. ആ വാഹനത്തിൽ കയറി. അകമ്പടിക്ക് ഭൂതഗണങ്ങളൊക്കെ വന്നു. അങ്ങനെ നേരെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. ദക്ഷപ്രജാപതിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഗംഭീരമായിട്ടുള്ള യാഗത്തിനുള്ള ഒരുക്കങ്ങൾ, യാഗം തുടങ്ങാതിരിക്കുന്നു. അവിടെ ചെന്നു. സഹോദരിമാരെല്ലാം സ്നേഹത്തോടുകൂടി വന്ന് ആലിംഗനം ചെയ്തു സതിയെ. വിവാഹത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നതേ. ആലിംഗനം ചെയ്തു. അമ്മയ്ക്കും സന്തോഷം, ആനന്ദ കണ്ണുനീർ. അമ്മയുടെ കണ്ണീർ തൻ്റെ മകളല്ലേ, കനിഷ്ഠപുത്രിയാണ്, ഒടുവിലത്തെ പുത്രിയാണ്. പൊതുവേ അമ്മമാർക്ക് ഒടുവിലത്തെ കുട്ടികളോടാണ് സ്നേഹം കൂടുതൽ. അങ്ങനെയൊന്നും ഉണ്ട് കേട്ടോ. വേറെ ചില കഥകളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം. പക്ഷെ അതിക്കിപ്പോൾ ആ കഥയൊക്കെ എടുക്കാനുള്ള സമയമല്ല. പിതാവിന് മൂത്ത സന്താനത്തോടാണ് ഇഷ്ടം, താല്പര്യം കൂടുതൽ. അതെന്താ? തനിക്ക് പിതൃത്വം എന്നുള്ള സ്ഥാനം നേടിത്തന്നുണ്ട്. അമ്മമാർക്ക് ഒടുവിലത്തെ കുട്ടികളാണ്. അപ്പോൾ ഇടയ്ക്കുള്ളവർ സൂക്ഷിക്കുക. അപ്പോൾ ഏതായാലും അതിരിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും സ്വീകരിച്ചു. ദക്ഷൻ അവിടെ യജമാൻ്റെ സ്ഥാനം, ദക്ഷനാണല്ലോ യാഗം കഴിക്കുന്ന യജമാന സ്ഥാനത്ത് അവിടെ ഇരിക്കുകയാണ്. കണ്ട ഭാവം പോലും നടിച്ചില്ല. തൻ്റെ മകൾ വന്ന വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് മകൾ വന്നിരിക്കുകയാണ്. കണ്ട ഭാവം പോലും നടിച്ചില്ല. സതിയാട്ടെ ഈ സഹോദരിമാരുടെ സ്വീകരണങ്ങളോ അവരുടെ സ്നേഹപ്രകടനങ്ങളോ ഒന്നും സ്വീകരിക്കാൻ അവിടെ നിന്നില്ല. നേരെ അകത്തേക്ക് കയറി, യാഗശാലയിലേക്ക് കയറി. ആദ്യം തന്നെ തൻ്റെ നാഥനായ ആ മഹാപ്രഭുവിന് മംഗളസ്വരൂപനായിരിക്കുന്ന തീർത്ഥകീർത്തിയായിരിക്കുന്നതായ ലോകബാലന്മാരിൽ അഗ്രേസരനായിരിക്കുന്നതായ ആ മഹാദേവന് പീഠം കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കിയത്. കാരണം അങ്ങനെയാണ്, യാഗത്തിനൊക്കെ അങ്ങനെയാണ്. ഓരോ ദേവന്മാർക്ക് ഇന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടാവും. ഈ വലിയ വലിയ ഇൻ്റർനാഷണൽ കോൺഫറൻസൊക്കെ നടക്കുമ്പോൾ ഓരോ രാജ്യത്ത് നിന്നുള്ള പ്രതിനിധികൾക്ക് നമ്മളെപ്പോലെ ഇഷ്ടമുള്ള ഒരു കസേരയിൽ വന്നിരിക്കാൻ പറ്റില്ല. അത് നിശ്ചയിച്ചിരിക്കുന്ന പീഠത്തിലേ വന്നിരിക്കാൻ പറ്റുള്ളൂ അവർക്ക്. അതുപോലെ ഇവിടെയും മഹാദേവന് പീഠം ഉണ്ടോന്ന് നോക്കി. യാഗശാലയിൽ മഹാദേവന് പീഠം കൽപ്പിച്ചില്ല. ശരി, അച്ഛനോട് ഒന്ന് ഉപദേശിച്ചു നോക്കാം. നേരെ ആവുമെങ്കിൽ നേരെ ആവട്ടെ, നേരെ ആവുമെങ്കിൽ നേരെ ആവട്ടെ. തൻ്റെ നാഥനോടൊന്നല്ല, ഇത്രയ്ക്ക് ശിവദ്വേഷിയായിട്ട് ഒരുത്തനാണല്ലോ. ആ ശിവദ്വേഷിയായ ആ തൻ്റെ അച്ഛനെ ഒന്ന് നേരെയാക്കാൻ നോക്കും. അവിടെ നിന്ന് തുടങ്ങി. വസതി സതിയെ വരുന്നത് ആദ്യം തന്നെ കണ്ടത് ദക്ഷനാണ്. എന്നിട്ട് കാണാത്ത മാതിരിയിരുന്നു. അകത്ത് കയറി കഴിഞ്ഞ് ദേവി പറയാണ്, അങ്ങയോട് എനിക്ക് അല്പം ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നേരെ ആവുന്നു എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. എങ്കിലും 2 വാക്ക് പറയാതെ പറ്റില്ല. ഈ ലോകത്തിൽ ആ മഹാദേവനെക്കാളും ശ്രേഷ്ഠനായിട്ട് ആരുമില്ല. കാരണം ആരോടും വൈരമില്ലാത്തവൻ,
അത് സജ്ജനങ്ങളുടെ ഒരു ലക്ഷണമാണ്. സുഹൃത സർവദേഹിനാം കാപിലത്തിൽ പറയണ്ടായി. അപ്പോൾ ഇവിടെതാ ഒരുത്തരിലും ആരിലും വൈരമില്ലാതെയുണ്ട്. എല്ലാവരെയും കരുണയോടുകൂടി നോക്കിക്കാണുന്നതായ ആ മഹാദേവനെ അങ്ങയ്ക്കല്ലാതെ എൻ്റെ വേറെ ആർക്കാണ് ദ്വേഷിക്കാൻ തോന്നുക? ആ കരുണാമൂർത്തിയായ ക്ഷിപ്രപ്രസാദിയായ ഭഗവാനെ അങ്ങ് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ദ്വേഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോന്നും ആ ശിവഗുണഗണങ്ങളെ അങ്ങനെ പറയുകയാണ്. മഹാദേവൻ്റെ ഓരോ ഗുണങ്ങളും സജ്ജനങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നും. പക്ഷേ ദുർജനങ്ങൾക്കോ അതൊക്കെ വിപരീതമായിട്ടാണ് തോന്നുക. സജ്ജനങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുക? ആ മഹാദേവൻ്റെ ഗുണങ്ങളൊക്കെ ശ്രേയസ്കരമായിട്ട് തോന്നും. മറിച്ച് ദുർജനങ്ങൾക്ക് അതൊക്കെ വിപരീതമായിട്ടും തോന്നും. അങ്ങനെ അത്രയ്ക്ക് ഈ ലോക മംഗളമൂർത്തിയും എല്ലാവരോടും കരുണ കാണിക്കുന്നതുമായ ആ ലോകപാലനായിരിക്കുന്ന ആ മഹാദേവനോട് അങ്ങ് ഇങ്ങനെ നിന്ദിക്കുന്നുണ്ടല്ലോ. അങ്ങയ്ക്ക് ഒരു കാര്യം അറിയാമെന്ന് എനിക്ക് നിശ്ചയമില്ല. ആ ലോക മംഗളമൂർത്തിയായിരിക്കുന്ന ആ മഹാദേവൻ്റെ രണ്ടക്ഷരം കൂടിയ ഒരു നാമം, യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാതഖമാശുഹന്തിത് പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരം. യദ്വക്ഷരം, രണ്ടക്ഷരം കൂടിയതായ ഭഗവാന്റെ ഒരു നാമം. ഏതാ നാമം? ശിവ. ആ ശിവ എന്നുള്ള രണ്ടക്ഷരം അതെവിടെയാണ് സ്ഥിതി ചെയ്യണത്? യജുർവേദത്തിലെ പ്രധാന വേദമായി വേദങ്ങളിൽ പ്രധാന വേദമായിരിക്കുന്ന യജുർവേദത്തിൻ്റെ മധ്യഭാഗത്തിൽ ശ്രീരുദ്രം എന്നുള്ള ആ പ്രകരണത്തിൽ അതിൻ്റെ മധ്യഭാഗത്തിൽ ആ പഞ്ചാക്ഷരത്തിന് അവിടെ വെച്ച് പിടിപ്പിച്ചിരുന്നു. നമ ശിവായ ചാം. ആ പഞ്ചാക്ഷരത്തിൻ്റെയും മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ശിവ എന്നുള്ള രണ്ടക്ഷരം സകൃത്. സകൃത് എന്ന് വെച്ചാൽ ഒരേ ഒരു തവണ, പലതവണയൊന്നും വേണ്ട, ഒരേ ഒരു തവണ ആ ശിവ എന്നുള്ള രണ്ടക്ഷരം അത് പ്രസംഗാത്, എന്തോ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ശിവ എന്ന് വന്നുപോയി. പരമശിവനെ ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞത്. രണ്ട് തമിഴ് മാമിമാർ തമ്മിൽ അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തമിഴിൽ അരി എന്നുള്ളതിനെ അരിശി എന്നാണ് പറയുക തമിഴിൽ. അപ്പോൾ അരി കൊണ്ട് എങ്ങനെയാണ് വടയുണ്ടാക്കാമെന്നാണ് ആലോചന. അതാണ് തീവ്രമായത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ അരിശി വട എന്ന് പറഞ്ഞു. അതിൽ ശിവാന്ന് വന്നുവോ? അതിൽ ശിവാന്ന് വന്നില്ലേ? മതി സകൃത് പ്രസംഗാത് അഖമാശുഹന്തിതത്. അരിശി വട എന്ന് പറഞ്ഞപ്പോൾ അതിൽ ശിവാന്ന് വന്നില്ലേ? മതി അഖമാശുഹന്തിതത്. ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചു വെച്ചിരിക്കുന്നതായ പാപരാശികൾ മുഴുവൻ ആ അറിയാതെ കണ്ട് ശിവാന്ന് വന്നതിൻ്റെ പേരിൽ അതില്ലാതായി ഭസ്മമായി പോവും. ഇനി അടുത്ത് നമുക്ക് നാളെയോ മറ്റന്നാളെ ഇവിടെ കേൾക്കാം. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വൈകുണ്ഠനാമഗ്രഹണം അശേഷാകഹരം വിധു. ഒരു സ്ഥലത്തിൻ്റെ പേരായിട്ടോ ആ നാമത്തിനെ അവഹേളിച്ചുകൊണ്ടോ ഒരാളോട് കോപിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ
ആ നാരായണ എന്നുള്ള നാമം നാവിൽ വന്നു കഴിഞ്ഞാൽ അഖം ആശുഹന്തി, അതേവരെ ജന്മജന്മാന്തരങ്ങളെ ആർജിച്ചിരിക്കുന്നതായ ആ പാപരാശികൾ മുഴുവൻ ദഹിച്ച് ഭസ്മമായി പോകും. ഇവിടെ എന്താ അത് തന്നെ പറയുന്നു, യദ്വക്ഷരം എന്ന. അപ്പോൾ ശിവനാമമായാലും വിഷ്ണുനാമമായാലും നാമം എന്നുള്ളതുണ്ടോ, ആ നാമം നാവിൽ നിന്ന് പുറപ്പെട്ടുവോ, സംശയിക്കേണ്ട. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തു വച്ചിരിക്കുന്നതായ പാപങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ടാണ് നാമം ജപിക്കാൻ പറയുന്നത്. നാമഘോഷം ഇത്യുച്ചൈർമുച്യതേ സർവപാതക എന്നാ പറഞ്ഞു. എല്ലാ പാതകങ്ങളിൽ നിന്നും മോചനം നേടണമെന്നുണ്ടെങ്കിൽ ഉപാംശുവായിട്ട് ചുണ്ടിനുള്ളിലിരുന്ന് ജപിച്ചാൽ പോരാ, ലജ്ജ കൂടാതെ നാമം ജപിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ട, ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ ആർജിച്ച് സമ്പാദിച്ചു കൂട്ടിയ പാപരാശികൾ മുഴുവൻ ഇല്ലാതെ. സന്ധ്യാസമയത്ത് പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊരു ആചാരമുണ്ടായി, കൈയും കാലും മുഖം കഴുകി, ചൊരിഞ്ഞ പക്ഷം കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകി ഒരല്പം ഭസ്മം നെറ്റിയിലിട്ട് സന്ധ്യയ്ക്കിരുന്ന് നമശിവായ ജപിക്കൽ, നാരായണ ജപിക്കലുണ്ടായി. ഇന്നിപ്പോൾ ഒരു സ്ഥലത്തോ ഒന്നും ഇല്ലാതായി. കലികാലത്തിൻ്റെ വിശേഷം, കലിധർമ്മം അത് അതിൻ്റെ പാട്ടിനെ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പതിവ് നമ്മൾ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. വൈകിട്ട് ഈ ടി വിയുടെ മുമ്പിൽ നിന്ന് സീരിയലുണ്ട്, കരച്ചിലോട് കരച്ചിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെയുണ്ട്. ഒരു അരമണിക്കൂർ ഭഗവാന്റെ നാമം ചൊല്ലാനുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു സംസ്കാരം നമ്മളിൽ വീണ്ടും ഉയർത്തിയെടുക്കാൻ സാധിക്കും. അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുക. അടുത്ത തലമുറയും നന്നായി വരട്ടെ. നമ്മുടെ സനാതനധർമ്മം ഇങ്ങനെ നശിച്ചു പോകാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് നാശമായിട്ട് വരുന്നത്. നാമജപം കൊണ്ട് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ജയ് ശ്രീരാം എന്നൊരു തവണ പറഞ്ഞേ ഉള്ളൂ ആഞ്ജനേയ സ്വാമിക്ക്. ആ കടലെടുത്ത് ചാടി അപ്പുറത്തേക്ക് ഉല്ലംഘ്യ സിന്ധോഹ സലിലം സലീലം, ആ സമുദ്രത്തിലെ സലിലം ലീലയായിട്ട് ഒരു തമാശയായിട്ട് ചാടിക്കിടന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ബലം? ജയ് ശ്രീറാം എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ ബലത്തിലാണ് അങ്ങോട്ട് ചാടിയത്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയത് ജയ് ശ്രീറാം എന്ന്. നോക്കൂ, ഒരു ഭക്തനെ സംബന്ധിച്ച് വന്ന ഒരു സമുദ്രം ചാടിക്കിടക്കാൻ നാമം മതി. നമ്മൾ ഓരോരുത്തർക്കും ഒരു സമുദ്രം ചാടിക്കിടക്കാനുണ്ട്. സംസാരസാഗരേ മഗ്നം, സംസാരമാകുന്ന സാഗരത്തിന് നമുക്ക് ചാടിക്കിടക്കേണ്ടതുണ്ട്. അതിന് വഴി എന്താ? ആ ഭഗവൻ നാമങ്ങൾ സദാ ചൊല്ല്. ആ ഭഗവൻ നാമത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് നമുക്കും എപ്രകാരം ഉല്ലംഘ്യ സലിലം സലീലം, എപ്രകാരം ആഞ്ജനേയസ്വാമി ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാഗരത്തിലെ ജലത്തിനെ സലീലം വളരെ തമാശയോടുകൂടി എടുത്തു ചാടിയോ, അതുപോലെ നമുക്കും ഈ സംസാരമാകുന്ന സാഗരത്തെ ചാടി തരണം ചെയ്യാൻ സാധിക്കണം. അതിന് സംശയിക്കേണ്ട കൂട്ടരെ, ജപിച്ചോളൂ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. അല്ലെങ്കിൽ പഞ്ചാക്ഷരം ജപിച്ചോളൂ. ഏത് നാമമായിക്കോട്ടെ, ഭഗവൻ നാമങ്ങൾ അത് സകത് പ്രസംഗാത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് അറിയാതെ എൻ്റെ നാവിൽ വന്നു പോയാൽ മതി, അത് തന്നെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞു കുറേ ഉപദേശിച്ചു. പക്ഷേ ദക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റവും വരുന്നില്ല. അവസാനം സതി വിചാരിച്ചു, ശിവനിന്ദ ചെയ്യുന്ന ആളുടെ നാവ് പിഴുതെടുക്കുകയാണ് വേണ്ടത്. അതിന് സാധിക്കാത്ത പക്ഷം ആ ശിവനിന്ദ കേട്ടുകൊണ്ടിരിക്കാതെ
ശരീരം ഉപേക്ഷിക്കും. തൻ്റെ പിതാവായിപ്പോയി, പിതാവിൻ്റെ നാവിപ്പം എങ്ങനെയാണ് പിഴുതെടുക്കുക? ശരി, വേണ്ട. മാത്രമല്ല, ഞാനിപ്പോൾ തിരിച്ചിവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചോദിക്കും, ചെല്ലുമ്പോൾ തന്നെ ഒരു വിളിയുണ്ട്, എന്ത്, ദാക്ഷായണി പോയിട്ട് എന്തായി? ദക്ഷൻ്റെ മകളെന്നുള്ള അർത്ഥത്തിൽ ദാക്ഷായണി എന്ന് വിളിച്ച് വിളി ഞാൻ കേൾക്കണ്ടേ? അങ്ങോട്ട് പോണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞില്ലേ? അവിടെ വെച്ച് യോഗാസനത്തിലിരുന്നു, ശരീരത്തിലെ യോഗാഗ്നി അങ്ങോട്ട് വളർത്തി, ആ യോഗാഗ്നിയിലേക്ക് ആ സതി ശരീരം അങ്ങോട്ട് ദഹിപ്പിച്ചു. ഇവിടെതാ മഹാദേവൻ ഈ വിവരം നാരദിൽ നിന്നറിഞ്ഞു. ക്രോധം പൂണ്ടു പ്രളയകാലത്ത് ആടുന്ന താണ്ഡവന്മാതിരി ആടുകയാണ്. തൻ്റെ ഒരു ജടയെടുത്ത് നിലത്തങ്ങട് അടിച്ചു. അതിൽ നിന്ന് വീരഭദ്രപ്പെരുമാളിൻ്റെ ആവിർഭാവം. ക്രുദ്ധസ്തുതഷ്ഠോഷ്ടപുടസ്ഥധുർജടിർജടാം തടിത്വഗ്നി ഷഡോഗ്രരോചിനും, അതിഭയങ്കരമായിട്ടുള്ള ആ വീരഭദ്രപ്പെരുമാൾ 1000 കൈകളിൽ ദിവ്യ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്, തലയിലെ ജടാരോമങ്ങൾ ആകാശങ്ങളെ തലോടിക്കൊണ്ട്, കഴുത്തിൽ തലയോട്ടിമാലി അണഞ്ഞുകൊണ്ട്, കിം കരോമി, ഞാൻ എന്താ വേണ്ടത് ചോദിച്ചു ഭഗവാൻ. ദക്ഷം സയജ്ഞം ജഹിമത്ഭടാനാം, ദക്ഷനെയും ദക്ഷൻ്റെ യജ്ഞത്തിനെയും പോയി ധ്വംസനം ചെയ്തിട്ട് വരൂ ആജ്ഞാപിച്ചു. അവിടെ നിന്ന് മറ്റ് ഭൂതഗണങ്ങളോടുകൂടി പോയി ദക്ഷ യജ്ഞശാലയിൽ പ്രവേശിച്ചു. ആകെ തവിട്ട് പൊടിയാക്കി അവിടെ. ദക്ഷൻ്റെ യാഗത്തിന് പ്രധാന ഋത്വിക്കായിട്ട് അവിടെ ഭൃഗുമഹർഷി ഇരിപ്പുണ്ട്. അന്ന് ശിവനിന്ദ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് താടി തടവി ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീരഭദ്രൻ ഞാൻ ആ താടി പിടിച്ച് അങ്ങോട്ട് പിഴുതെടുത്തു. ഭഗൻ എന്നുള്ള ഋത്വിക്ക് ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കിയിരിക്കുകയായിരുന്നു. ആ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തു. ആരൊക്കെ എന്തൊക്കെ കുറ്റം ചെയ്തോ അവർക്കതൊക്കെ നമ്മൾ ശിക്ഷ കൊടുത്തു വീരഭദ്രൻ. പൂഷാവ് എന്നുള്ള ഒരു ഋത്വിക അന്ന് ഈ 32 പല്ലും പുറത്ത് കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണുണ്ടായത്. ഈ ശിവൻ നിന്ന് നടക്കണത് ഒറ്റ അടി കൊടുത്തു. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തും പോകേണ്ടി വന്നില്ല. 32 എണ്ണം താഴെ. നോക്കിയപ്പോൾ യജമാനായിട്ട് ദക്ഷനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. ആയുധം പ്രയോഗിച്ചു. ആയുധം പ്രയോഗം ഏൽക്കണില്ല. യാഗരക്ഷ ചെയ്തൻ്റെ ഋത്വികൾ. അപ്പം പിന്നെ എന്തായി? അപ്പോഴാണ് അവിടെ യൂപത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതായ ആ യാഗത്തിനുള്ള യാഗപശുവിനെ കണ്ട്. അപ്പോൾ വീരഭദ്രന് ഓർമ്മ വന്നു. ആ പശുവിനെ അതിനെ എങ്ങനെയാണ് അതിൻ്റെ വപയെടുക്കണത്? അതിനെ ശ്വാസം മുട്ടിച്ച്, അങ്ങനെ ദക്ഷനെ പിടിച്ചു ശ്വാസം മുട്ടിച്ച് കൊന്നു. ആ ശിരസ് വേർപെടുത്തി അത് ഹോമകുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്തു. സദസ്സിലുണ്ടായിരുന്ന ദേവന്മാർ, ഋഷിമാരെല്ലാവരും ആകെ ാണ് അദ്ദേഹം നോക്കാൻ നമുക്ക്. എന്നിട്ട് എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് ഒരു തീർത്ഥയാത്ര ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ട് അവിടെ ചെന്നപ്പോഴോ സുസ്മേരവദനായിട്ട് ഒരു യുവാവിൻ്റെ ഭാവത്തിൽ ദക്ഷിണാമൂർത്തിയായിട്ട് അവിടെ ദർശനം കൊടുത്തു. ദക്ഷിണാമൂർത്തിയായ ദർശനം കൊടുത്തു. ബ്രഹ്മാവ് ഗംഭീരമായിട്ട് സ്തുതിച്ചു. പറഞ്ഞു, എനിക്ക് ആരോടും കോപമില്ല. അഹങ്കാരം മൂത്തു കഴിഞ്ഞാൽ അത് ആത്മനാശത്തിന് കാരണം. ദക്ഷനെ സംബന്ധിച്ച എല്ലാവിധ യോഗ്യതകളുണ്ട്. പോരാത്തതിന് ഇപ്പോൾ പ്രജാപതിയുമായിട്ടും ദക്ഷനായിട്ട് സ്ഥാനം കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഓരോ കഴിവുകളും ഓരോ സ്ഥാനങ്ങളും ഓരോരോ സമ്പാദ്യങ്ങളും ഒക്കെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ തല ഉയർത്തി പോവുകയല്ല വേണ്ടത്, കൂടുതൽ കൂടുതൽ തല താന്ന് വരണം. അഹങ്കാരം കൂടി വരികയല്ല വേണ്ട, മറിച്ച് വിനയമാണ് നമുക്ക് കൂടി വരേണ്ടത്. പക്ഷെ അഹങ്കാരം ഞാൻ കൂടുതൽ തല ഉയർത്തി പോയി കഴിഞ്ഞാൽ കട്ടളപ്പടിയുമ്പോൾ തലമുട്ട് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏതായാലും ഭഗവാൻ പറഞ്ഞു, ചെന്നോളൂ, യാഗം പൂർത്തിയായും. അയ്യോ, യജമാനിന് തലയില്ല എന്നായി. അതിനെന്താ, അവിടെ ചെല്ലുമ്പോൾ ഏത് ശിരസാണോ ആദ്യം കാണുക അത് വെച്ച് പിടിപ്പിച്ചോളൂ. അങ്ങനെ അവർ പുറപ്പെട്ടു. ഭഗവാനെയും കൂടെ ക്ഷണിച്ചു. ക്ഷിപ്രപ്രസാദിയായ അദ്ദേഹവും പുറപ്പെട്ടു.
അവിടെ ചെന്നു ആദ്യം കണ്ടത് ഒരു ആടിൻ്റെ തലയാണ്. അത് വെച്ച് പിടിപ്പിച്ചു. ഇന്നൊക്കെ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അന്ന് ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് അവിടെ വെച്ച് ദക്ഷൻ ഗംഭീരമായിട്ട് സ്തുതിച്ചു. അപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഋത്വിക്കുകൾക്ക് അംഗഭംഗം വന്നിട്ടുണ്ട്. പ്രധാന ഋത്വികായ ഭൃഗുവിന് താടിയില്ല എന്നായി. ആടിൻ്റെ താടി വെച്ച് പിടിപ്പിച്ചോളാൻ പറഞ്ഞു. ഈ മുട്ടനാടിന് ഇവിടെ മാത്രമായിട്ട് കുറച്ച് രോമം ഉണ്ടാവും, അത് വെച്ച് പിടിക്കും. അന്ന് മുതൽക്കാണ് നമ്മുടെ പുരുഷന്മാർ ഇവിടെ മാത്രമായിട്ട് താടി വയ്ക്കാൻ തുടങ്ങിയത്. എന്താ അതിനൊരു പേര് പറയും, എന്താ, ബുൾഗാൻ. ഭഗന് കണ്ണില്ല എന്നായി, ആടിൻ്റെ കണ്ണ് പിടിപ്പിച്ചോളാൻ പറഞ്ഞു. പൂഷാവിന് പല്ലില്ല എന്നായി, പൂഷാവിന് പല്ല് വേണ്ടാന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു. പല്ലുണ്ടായിട്ടില്ല ഇളിച്ച് കാണിക്കണത്, എന്നാ വേണ്ട. ഇന്നും യാഗങ്ങളിൽ പൂഷാവിനുള്ള ആവിർഭാഗം അത് ദ്രാവകമാക്കി അരച്ചിട്ടാണ് ആഹുതി നടത്തുന്നത്. അങ്ങനെ യാഗം വീണ്ടും തുടങ്ങി. ആ യാഗത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിടെ ഭഗവാൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ ആവിർഭവിച്ചു. ആ ആവിർഭവിച്ച ഭഗവാനെ ബ്രഹ്മാവ്, അതുപോലെ തന്നെ രുദ്രൻ, ദേവഗണങ്ങൾ ഓരോരുത്തർ എല്ലാവരും പ്രത്യേകം അങ്ങോട്ട് സ്തുതിച്ചു. എല്ലാവരുടെയും സ്തുതിയൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. ദക്ഷൻ പ്രത്യേകിച്ച് സ്തുതിയുണ്ടായി. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ഒരു ഉപദേശമുണ്ട്. അതാണ് നമുക്കിവിടെ നോക്കേണ്ട കാര്യം. കഥയൊക്കെ അത്രയും വലിയ വിസ്തരിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ താല്പര്യം മുഴുവൻ ഈ അവസാന ഭാഗത്തിൽ ഭഗവാന്റെ ഒരു 3-4 വാക്കുകൾ. സാധാരണ ഈ ചതുർത്ഥ സ്കന്ധത്തിൽ 4 പ്രകരണങ്ങളെപ്പറ്റി പറയുമ്പോൾ ആചാര്യശ്രേഷ്ഠന്മാർ പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ നേടേണ്ടത് 4 കാര്യങ്ങളാണ്. അതിനെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആ 4 ഈ ചതുർത്ഥ സ്കന്ധത്തിലെ 4 കഥകളിലൂടെ കാണിക്കുകയാണ്. അതിന് ആദ്യത്തെ എന്താ? ധർമ്മം. ഏതാണ് പരമമായ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്? ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണല്ലോ. അർത്ഥമാണെങ്കിൽ സമ്പാദിക്കേണ്ടത്. ഇത് ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. ഏറ്റവും പരമമായ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്ത് എന്നുള്ളത് ദക്ഷയാഗത്തിലൂടെ നമുക്ക് കാണിച്ചു തരും. ഇവിടെ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച. ദക്ഷയാഗത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം, അതായത് ചതുർത്ഥ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ട് വരുന്നു. അഹം ബ്രഹ്മാ ച സർവസ്യ ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണ ആത്മമായാം സമാവിശ്യ സോഹം ഗുണമയീം ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദധ്രേ സജ്ഞാംഗ്രിയോജിതം തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ച ഭൂതാനി ഭേദേനാജ്ഞോനുപശ്യതി യഥാ പുമാന്ന സ്വാംഗേഷു ശിരഃ പാണ്യാദിഷു കുജൽ പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മൽപരഃ ത്രയാണാമേകഭാവാനാം യോ ന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തിമധിഗച്ഛതി. ഇത്രയേ ഉള്ളൂ ഭഗവാന്റെ ഉപദേശം. 1, 2, 3, 4, 5 ശ്ലോകങ്ങൾ കൊണ്ട് ഉപദേശം. എന്താ അവിടെ ഭഗവാൻ? ഈ ദക്ഷനെ സംബന്ധിച്ചോദ്യം എന്താണ്? ബ്രഹ്മാവിനോട് പ്രിയം കൂടുതൽ, മഹാദേവനോട് പ്രിയമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതെന്താ? അത് ഭേദബുദ്ധി. അവിടെ ഭഗവാൻ പറയുന്നു,
ഈ ജഗത്തിന് മുഴുവൻ കാരണമായിട്ടുള്ളതായ ആ പരമസത്യം, ആ പരമാത്മസ്വരൂപം, ആ നിർഗുണമായ പരമാത്മസ്വരൂപം അല്ലെങ്കിൽ നിർഗുണമായ പരമസത്യം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓരോ കർമ്മത്തിന് വേണ്ടിയിട്ട് ഓരോ ഗുണങ്ങളെ സ്വീകരിക്കും. നിർഗുണമായിരിക്കുന്ന ആ ബ്രഹ്മതത്വം സൃഷ്ടിക്കേണ്ടി വരുമ്പോൾ രജോ ഗുണത്തിനെ സ്വീകരിക്കുന്നു. ആ രജോ ഗുണത്തിനെ സ്വീകരിക്കുമ്പോൾ, ഗുണങ്ങളെ സ്വീകരിക്കുമ്പോൾ സഗുണമായ ആ രൂപം, മറ്റേ നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മം, നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മം രജോ ഗുണത്തിനെ സ്വീകരിക്കുമ്പോൾ സഗുണമായി. ആ സഗുണമായ രൂപത്തിന് ബ്രഹ്മാവ് എന്ന് പറയുന്നു. സൃഷ്ടിക്കേണ്ടി വരും. സൃഷ്ടിച്ച വസ്തുക്കളെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ആ അതേ പരബ്രഹ്മതത്വം തന്നെ സത്വഗുണത്തിനെ സ്വീകരിക്കുന്നു. ആ സത്വഗുണമെന്നുള്ള സഗുണരൂപം വരുമ്പോൾ അതിനെ വിഷ്ണു എന്ന് പറയും. അതേ പരബ്രഹ്മസ്വരൂപം തന്നെ സൃഷ്ടിച്ചതിനെ എല്ലാത്തിലെയും വീണ്ടും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കേണ്ടി വരുമ്പോൾ അതിന് തമോ ഗുണത്തിനെ സ്വീകരിക്കേണ്ടി വരും. ആ തമോ ഗുണത്തിനെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അതിന് ആ രൂപത്തിന് രുദ്രൻ എന്ന് പറയും. അപ്പോൾ വാസ്തവത്തിൽ ഒരേ ബ്രഹ്മതത്വം തന്നെയാണ് മൂന്ന് രൂപത്തിലിരിക്കുന്നത്. അതാണ് ഭഗവാൻ അഹം ബ്രഹ്മാച സർവച്ച ജഗത കാരണം പരം. ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിൻ്റെ മൂന്ന് ഭാവങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഒരു ഭേദബുദ്ധിയും വയ്ക്കരുത്. തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ, അദ്വിതീയമായിരിക്കുന്ന രണ്ട് എന്നുള്ള ഭാവമില്ലാതിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിൽ, ആ കേവലമായ പരമാത്മതത്വത്തിൽ ബ്രഹ്മരുദ്രൗച ഭൂതാനി ഭേദേന അജ്ഞഃ അനുപശ്യതി. ആ അദ്വിതീയമായിരിക്കുന്നു രണ്ട് എന്നുള്ള ഭാവം ഒരു അല്പം പോലും സ്പർശിക്കാത്തതായ ആ ഏകമായിരിക്കുന്ന ബ്രഹ്മതത്വത്തിൽ ഗുണങ്ങളെ സ്വീകരിച്ച് ഇങ്ങനെ രൂപങ്ങൾ മാറി മാറി വരുമ്പോൾ ആ ഓരോ രൂപങ്ങളിൽ ഭേദബുദ്ധി ആരാ വയ്ക്കുന്നത്? അജ്ഞഃ അനുപശ്യതി. വിവരമില്ലാത്തവനാണ് ആ ഭേദബുദ്ധി കാണുന്നത്. ഇപ്പം നമുക്ക് ശരീരത്തിൽ വലതുവശത്തൊരു കൈയുണ്ട്, ഇടതുവശത്തൊരു കൈയുണ്ട്, വലതുവശത്തൊരു കാലുണ്ട്, ഇടതുവശത്തൊരു കാലുണ്ട്, ഇല്ലേ? എനിക്ക് വലത് കൈയിനോടാണ് ഇഷ്ടം, ഇടത് കൈയിനോട് ഇഷ്ടമില്ല, ആരെങ്കിലും പറയാനുണ്ടോ? കാരണം ഈ കൈയാണല്ലോ കൂടുതൽ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇയാളോട് ഇഷ്ടം, ഇയാളോട് ഇഷ്ടമില്ല. പറഞ്ഞു യഥാ പുമാന്ന സ്വാങ്കേഷു ശിരപാണ്യാദിഷു ക്വചിൽ പാരക്യബുദ്ധ്യം കുരുതേ ഏവം ഭൂതേഷു മൽപര. അപ്പോൾ ശരീരത്തിൻ്റെ ഇന്ന ഭാഗത്തിനോടാണ് എനിക്കിഷ്ടം കൂടുതൽ, ഇന്ന ഭാഗത്തിനോട് ഇഷ്ടമില്ല എന്ന് നമ്മൾ പറയാറുണ്ടോ? അതുപോലെ തന്നെയുള്ളൂ ഇത്. കേവലേ പരമാത്മനി, ആ ഒരേ പരമാത്മതത്വത്തിൽ പല രൂപങ്ങൾ കാണുമ്പോൾ ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഒരേ സത്തായ ആ പരബ്രഹ്മം അത് പല രൂപത്തിൽ അത് പ്രകാശിക്കുന്നു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ആരാണോ ത്രയാണാം ഏകഭാവാനാം യോ ന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തിമധികച്ച്. എല്ലാവരെയും ഒരേ ഭാവത്തിൽ ആര് കാണുന്നുവോ അയാൾക്ക് മനസ്സിന് ശാന്തിയുണ്ടോ. അപ്പോൾ ഏറ്റവും വലിയ ധർമ്മ ആചരണം നമ്മുടെ ഇടയിൽ വേണ്ടത് എന്താണ്? ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ സോഷ്യലിസം ഇവിടെ പറഞ്ഞു തരണം. എന്താ അത്? എല്ലാവരെയും ഒരേ ഭാവത്തിൽ എന്ന് വെച്ചാൽ എന്താ? ഭാഗവത ആദ്യം മുതൽ പറയുന്നതാണ്. ഇതാ 7ാമത്തെ സ്കന്ധത്തിൽ ഒരു 5 വയസ്സുള്ള ബാലൻ പറയണേ യത് സർവത്ര തദീക്ഷണം. കാണുന്നതിലെല്ലാം, കാണുന്ന വസ്തുക്കളിലെല്ലാം ആ ഒരേ ഭഗവാൻ തന്നെയാണ് അന്തര്യാമിയായി ഉള്ളിൽ ആ പരമസത്യമായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ഭാവത്തിൽ അവരെ വീണ് വണങ്ങുക. ഭഗവാൻ ഇതുതന്നെയാണ് പറഞ്ഞത്. അശ്വചാണ്ടാള ഗോകരം പ്രണവേൽ ദണ്ഡവൽ ഭൂമോ. ഏകാദശ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ഇതുതന്നെയാണ് പറയണത്.
ഒരു ചണ്ടാളിനെ കണ്ടാലും ഒരു നായയെ കണ്ടാലും കഴുതിയെ കണ്ടാലും അതിൻ്റെ അകത്തെല്ലാം ഭഗവാൻ തന്നെയാണ് അന്തര്യാമിയായിരിക്കുന്നത് മനസ്സിലാക്കി വീണ് നമസ്കരിക്കുക. അപ്പോൾ ഏറ്റവും വലിയ ധർമ്മ ആചരണം എന്ന് പറയുന്നത് എന്ത്? എല്ലാവരിലും സകല ചരാചരങ്ങളിലും ഓരോ മൺതരിയിലും ഈശ്വരനെ കാണാൻ സാധിക്കുക. യത് സർവത്ര തദീക്ഷം. ആ ഒരു ബുദ്ധി, ആ കാണുന്നതൊക്കെ ഈശ്വരനായിട്ട് കാണാനുള്ള ഒരു മനസ്സിൻ്റെ അവസ്ഥ ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദക്ഷയാകുന്നുള്ള പ്രകരണം ഇവിടെ പെരുന്തട്ട മഹാദേവൻ്റെ പാതാരവിന്ദങ്ങളിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിലും സമർപ്പിക്കുകയാണ്. സ്വസ്തിപ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.